ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു ഹെയർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ടിപ്പിലും യൂസ് ചെയ്ത് നമ്മുടെ കഞ്ഞിവെള്ളം ഇല്ലേ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും അല്ലേ. അപ്പോൾ ആ കഞ്ഞിവെള്ളം എങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ മുടിക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഈ കഞ്ഞിവെള്ളം ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഉപയോഗിക്കുമ്പം നമുക്കൊരു ദോഷ സൈഡും കൂടിയുണ്ട്. ഇത് നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ഇതൊരു റിവേഴ്സ് എഫക്റ്റ് തരും. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ മുടി ഇങ്ങനെ ഫ്രിസി ആയിട്ട് വരുന്നു, പൊട്ടിപ്പോകുന്നു, റഫ് ആകുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ റീസൺസ് എല്ലാം നോക്കി എങ്ങനെ കഞ്ഞിവെള്ളം കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മളുടെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. പിന്നെ തൊട്ടടുത്തായിട്ട് കൊച്ചു ബെല്ലൈക്കനും കൂടിയുണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി കഞ്ഞിവെള്ളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം നമുക്ക് മലയാളികൾക്ക് എല്ലാം വളരെ പരിചിതമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാ നമ്മുടെ ചോറ് വെക്കാൻ ഊറ്റിയെടുക്കുന്ന വെള്ളമില്ലേ, ആ കഞ്ഞിവെള്ളം തന്നെ ഇതിന് യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇത് പ്രിപ്പയർ ചെയ്യാൻ അറിയാൻ മേലാത്ത കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനും കൂടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മളുടെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. നല്ല കഞ്ഞിവെള്ളം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ റൈസ് വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് തരം വേണമെങ്കിലും റൈസ് എടുക്കാം. അപ്പോൾ അത് ഇതുപോലെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ എന്ത് ചെയ്യും, നല്ലപോലെ തിളപ്പിച്ച് പറ്റിക്കരുത്. ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ വെള്ളം ഇതുപോലെ ഊറ്റി വെച്ച് കഴിഞ്ഞ് ഒരു 1 day ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അതായത് കഞ്ഞിവെള്ളം ഫെർമെൻറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുമ്പം എത്രമാത്രം ഫെർമെൻറ്റേഷൻ, അതായത് ഡേയ്സ് കൂടുന്നു അതിനനുസരിച്ച് അതിന് ഗുണമൊന്നും കൊടുത്തില്ല. മാക്സിമം പോയാൽ ഒരു 1 day ഫെർമെൻറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യാവൂ നമ്മുടെ കഞ്ഞിവെള്ളം. ഇല്ലെങ്കിൽ അത് റിവേഴ്സ് ഒരു എഫക്റ്റ് ആയിരിക്കും തരുന്നത്. ഞാൻ ഇത് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കഞ്ഞിവെള്ളം മാത്രമല്ല, ഈ കഞ്ഞിവെള്ളം ഫെർമെൻറ്റ് ചെയ്യാൻ നമ്മളിതേ ഇപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചില്ലേ, അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചതോ പൊടിക്കാത്തതോ ആവാം, അത് വറുത്ത് പൊടിച്ചതല്ല. എന്ത് ചെയ്യുക, അതും കൂടി ഞാൻ ജസ്റ്റ് ഒരു ടീസ്പൂൺ, അതായത് എൻ്റെ മുടിക്ക് വേണ്ടുന്നത് അതും കൂടി ഇതിനകത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ ഇട്ട് വെക്കും. എന്നിട്ട് അതാണ് തൊട്ടടുത്ത ദിവസം ഞാൻ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഉപ്പിട്ട കഞ്ഞിവെള്ളം തലയിൽ ഉപയോഗിക്കുകയും ചെയ്യരുത്. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, മുടി പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂട്ടത്തേ ഉള്ളൂ. ഒരിക്കലും ഉപ്പിട്ട കഞ്ഞിവെള്ളം നമ്മുടെ തലയിൽ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിട്ട കഞ്ഞിവെള്ളം നമ്മുടെ തലയിൽ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മളുടെ ഹെയറിലും സ്കാൽപ്പിലും മൈൽഡായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലാകാം, അല്ലെങ്കിൽ റെഗുലർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഉപയോഗിച്ച് ചെറിയൊരു മയം എപ്പോഴും കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം യൂസ് ചെയ്ത്, അഥവാ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, ആ റൈസ് വാട്ടർ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ട് പൊട്ടിപ്പോകുന്നതായിട്ട് തോന്നുന്നത്. അതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിയുമ്പം ഫെർമെൻറ്റ് ചെയ്തതും കൂടെ ആകുമ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഡേർട്ടും അത് മാത്രമല്ല അതിൻ്റെ കൂടെ അപ്പം നമ്മളുടെ മുടിയിലുള്ള കുറച്ച് ഓയിലും കൂടിയാണ് ഇത് കഴുകി മാറ്റുന്നത്. അങ്ങനെ വരും മുടി കുറേ കൂടി സ്റ്റിഫാവും. നമ്മുടെ മുടി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടിലായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്.
അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുമ്പെങ്കിലും നല്ലതുപോലെ സ്കാൽപ്പിലും ഹെയറിലും ഓയിൽ യൂസ് ചെയ്ത് മസാജ് ചെയ്തിരിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുടിക്ക് ആ ഫ്രിസിനെസ് അത്രയും ഫീൽ ചെയ്യത്തില്ല. ഞാൻ ഉലുവ ചേർക്കുന്നത് എൻ്റെ ഒരു രീതിക്കനുസരിച്ച്. അപ്പം നിങ്ങൾക്ക് ഉലുവ താല്പര്യം ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം, അതല്ലെങ്കിൽ മുരിങ്ങയില ആണെങ്കിൽ മുരിങ്ങയിലയും ചേർക്കാം. മറക്കാതിരിക്കുക, ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതൽ ഫെർമെൻറ്റ് ചെയ്ത കഞ്ഞിവെള്ളം നമ്മളുടെ മുടിയിൽ ഉപയോഗിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രിസിനെസ് മാറുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഇൻബോക്സ് ചെയ്യുക. നമുക്ക് വേറെയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് ഇച്ചിരി കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലുള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്കിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.